ലാസ്റ്റ് ബ്രെത്ത് അലൻ പാർക്കിൻസൺ സംവിധാനം ചെയ്ത ഈ ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഇത് യഥാർത്ഥത്തിൽ 2012 നടന്ന ഒരു ഡൈവിംഗ് ആക്സിഡന്റിനെ ബേസ് ചെയ്ത് ഒരുക്കിയ സ്ക്രിപ്റ്റാണ്. 2019 ഈ സംഭവം തന്നെ ബേസ് ചെയ്ത് ഇതേ പേരിൽ ഒരു ഡോക്യുമെന്ററി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റീമേക്ക് ആണ് ഈ സിനിമ എന്നും പറയാം. ഈ കടലിനടിയിൽ അടിത്തട്ടില് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീളമുള്ള പൈപ്പ് ലൈൻസ്, അതായത് സബ്മറൈൻ പൈപ്പ് ലൈൻസ് ഉണ്ട്. അതിന്റെ മെയിന്റനൻസ് വർക്ക് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ കഥയാണ് ഈ സിനിമ. ശരിക്കും അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ലാത്ത ഒരു ജോലിയെ കുറിച്ചുള്ള സിനിമയാണിത്. സോ ഈ പടം വളരെ ഇൻഫോർമേറ്റീവ് എന്ന് പറയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്നും പുതുതായിട്ട് പഠിക്കാനും പറ്റും. പിന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അത് ചെയ്യുന്നവരെ സമ്മതിക്കുകയും വേണം. അവരുടെ വർക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരിക്കുമുള്ള ഒരു സംഭവം, അത് നല്ലൊരു ടെൻഷൻ ബിൽഡിംഗ് ത്രില്ലർ ഫിലിമായിട്ട് തന്നെ അണിയറക്കാർ ഒരുക്കിയിട്ടുണ്ട്. അഭിനയിച്ച ആൾക്കാരുടെ നല്ല പെർഫോമൻസുകളും പടത്തിലുണ്ട്. ഒരാളാണ് ഇതിലെ വിക്ടിം എങ്കിലും ഇതിലെ കറക്റ്റ് നായകൻ ആരാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും നായകന്മാരാണെന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. ക്രിസ് ലെമൻസ് ആയിട്ട് വന്ന ഫിൻ കോൾ, അതുപോലെ ഡങ്കൻ ആയിട്ട് വന്ന വുഡി ഹാരൽസൺ, രണ്ടുപേരും കിടുവാണ്. അതുപോലെ തന്നെ ഡേവിഡ് ആയിട്ട് വന്ന സിമ്യു ലൂവിന്റെ പേരും എടുത്തു പറയണം, നൈസായിരുന്നു. പിന്നെ ക്രൈഗ് ആയിട്ട് വന്ന മാർക്ക് ബോണർ, ഇവരുടെ ഷിപ്പിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വന്ന ക്ലിഫ് കർട്ടിസ്, എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. ടെക്നിക്കൽ ക്വാളിറ്റി ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ്. സോ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടവുമാണെന്ന് പറയാം. VFX ആണെങ്കിലും ഇതിപ്പോ ഒറിജിനൽ വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്തതാണെങ്കിലും എല്ലാം പൊളിയായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക്, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം കൊള്ളാം. ആദ്യത്തെ ഒരു 30 മിനിറ്റ് പടം വളരെ സ്ലോ ആണ്. കുറച്ച് ഡയലോഗ്സ് ഒക്കെയാണ് അപ്പോൾ കൂടുതലായിട്ടുള്ളത്. ഒരു തരത്തിൽ അത്രയും നേരം കുറച്ച് മടുപ്പാണ് എന്ന് പറയാം, ഈ മെയിൻ സംഭവത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരെ. അത് മാത്രമേ ഒരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ ഈ ഒരു 30 മിനിറ്റിന് ശേഷം പിന്നെ പടം തീരുന്നവരെ അന്യ ടെൻഷൻ ബിൽഡിംഗ് സംഭവമാണ്. പടത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവസാന ശ്വാസം വരെയും ടെൻഷൻ എന്ന് പറയാം. ലാസ്റ്റ് ഒരു 30-40 മിനിറ്റ് വളരെ ഹെവിയാണ്, ടെൻഷന്റെ അങ്ങേയറ്റമാണെന്ന് പറയാം. നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പോ. ഞാൻ മറിക്കുന്നൊന്നുമല്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഈ ജീവശ്വാസം എന്നുള്ള ഒരു കാര്യം ആയതുകൊണ്ടാവാം. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു മികച്ച ബയോഗ്രഫിക്കൽ സർവൈവൽ ത്രില്ലറാണ് ലാസ്റ്റ് ബ്രെത്ത്. പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെ കണ്ടൊരു പടമാണ്. പടം ഈ ഫെബ്രുവരി അവസാനം തിയേറ്ററുകളിലാണ് റിലീസായത്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഈ പടം തിയേറ്ററുകളിൽ റിലീസായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ ഏതായാലും പടം ഡീറ്റെയിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. 1 മണിക്കൂർ 33 മിനിറ്റ് മാത്രമേ ഉള്ളൂ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്ന പടമാണ്. സോ സർവൈവൽ ത്രില്ലർ ലവേഴ്സിന് വേണ്ടി ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.